ദൂരദർശനിൽ സെൻസറിംഗ് എന്ന് പരാതി. രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിയുടെ പ്രക്ഷേപണത്തിൽ ബി.ജെ.പി. വിമർശനം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടതാണ് പരാതിക്കിടയാക്കിയത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരിപാടിക്ക് എത്തിയപ്പോഴാണ് വിമർശനം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടത്. ഇതോടെ ബിനോയ് വിശ്വം പ്രക്ഷേപണം നടത്താതെ തിരിച്ചുപോയി. ഏറ്റവും നല്ല ഭാഷയിൽ, മിതമായ ഭാഷയിൽ, പ്രകോപനമില്ലാതെ പൂർണ്ണമായിട്ടും ഈ നിബന്ധനകളെല്ലാം പാലിക്കുന്ന രീതിയിൽ തയ്യാറാക്കപ്പെട്ട ആ ടെസ്റ്റിനെയാണ് BJP രാഷ്ട്രീയത്തിൻ്റെ കൽപ്പന പ്രകാരം ദൂരദർശൻ അധികൃതന്മാർ ഇന്ന് വെട്ടിമാറ്റാൻ ശ്രമിച്ചത്. ആ നയത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനസ്സില്ല. അതുകൊണ്ടാണ് അത് ഒഴിവാക്കി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോന്നിരിക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു വ്യക്തിക്ക് അല്ലെ ഒരു പൗരന് സ്വന്തം ആശയങ്ങളൊക്കെ അത് ഏത് രീതിയിലും വ്യക്തമാക്കാൻ, മറ്റുള്ളവർക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ വ്യക്തമാക്കാനുള്ള അവകാശം, അത് ഏറ്റവും അടിസ്ഥാനപരമായ അവകാശമായി ഭരണഘടന നൽകുന്ന ഒരു രാജ്യത്താണ് ഇത്തരത്തിലൊരു സെൻസറിംഗ് എന്ന മട്ടിൽ വാർത്ത വരുന്നത്. എന്താണ് സംഭവിച്ചത്? അത് ഏത് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യപ്പെടും? ക്രിസ്റ്റീന, ഗുഡ് ആഫ്റ്റർനൂൺ. രാജ്യത്തെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ നയപരിപാടികളും നിലപാടുകളും വിശദീകരിച്ചുകൊണ്ട് വോട്ടർമാരെ അഭിസംബോധന ചെയ്യാനുള്ള അവസരം ദൂരദർശനിലൂടെ നൽകാറുണ്ട്. അതനുസരിച്ച് ഇന്ന് CPIയുടെ ഊഴമായിരുന്നു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട CPIയുടെ നിലപാടുകളും രാഷ്ട്രീയവും വിശദീകരിക്കുന്ന പ്രക്ഷേപണത്തിനായി നേരത്തെ തന്നെ കുറിപ്പ് തയ്യാറാക്കിയിരുന്നു. ആ കുറിപ്പ് ദൂരദർശന് ബിനോയ് വിശ്വം CPIയുടെ സംസ്ഥാന സെക്രട്ടറി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രക്ഷേപണത്തിന് ചെന്നപ്പോഴാണ് ദൂരദർശൻ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് ആ കുറിപ്പിലെ നേരത്തെ തയ്യാറാക്കി സമർപ്പിച്ച കുറിപ്പിലെ 2 പ്രധാനപ്പെട്ട പാരഗ്രാഫുകൾ ഒഴിവാക്കണമെന്ന്. അതിന് കാരണം ആ 2 പാരഗ്രാഫിലും BJPയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളായിരുന്നു. അത് CPIയുടെ നയവും നിലപാടുമാണ് എന്നിരിക്കെ അത് മാറ്റാൻ ദൂരദർശൻ അധികൃതർ ആവശ്യപ്പെടുകയായിരുന്നു. അതാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചോദ്യം ചെയ്തത്. CPIയുടെ BJPയോടുള്ള സമീപനം വ്യക്തമാണെന്നിരിക്കെ അത് പറയാൻ തങ്ങളെ അനുവദിക്കാതിരിക്കുന്നത് ഏത് ചട്ടം വെച്ചാണ് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ദൂരദർശൻ അധികൃതർ ചില ചട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അതിലൊന്നും വരുന്ന തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളോ അല്ലെങ്കിൽ ഭാഷാ സ്വഭാവത്തിലുള്ള മറ്റ് പരാമർശങ്ങളോ ഒന്നും ഈ കുറിപ്പിലില്ലാതിരിക്കെ ഇത് പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു. അതാണ് പരാതിക്കിട നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.